ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടും. ഒപ്പം ബി.ജെ.പി 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്തും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളെല്ലാം ബി.ജെ.പിക്ക് അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന പ്രവചനം നടത്തുകയാണ്. ഓരോ എക്സിറ്റ് പോളുകളായി പരിശോധിക്കുകയാണെങ്കിൽ മെട്രിക്സ് പറയുന്ന കണക്ക് പ്രകാരം 35 മുതൽ 40 വരെ സീറ്റുകൾ ബി.ജെ.പി നേടും എന്നുള്ളതാണ്. അതായത് തീർച്ചയായും അങ്ങനെയെങ്കിൽ ബി.ജെ.പിക്ക് അവിടെ അധികാരത്തിൽ എത്താൻ സാധിക്കും എന്ന സൂചന കൂടി മെട്രിക്സ് നൽകുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി അവിടെ മെട്രിക്സിന്റെ കണക്ക് പ്രകാരം 32 മുതൽ 37 വരെ സീറ്റുകൾ എത്തും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് മെട്രിക്സ് പറയുന്ന പ്രകാരം 32 മുതൽ 37 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിൽ വരാം. കാരണം കേവല ഭൂരിപക്ഷത്തിന് 36 സീറ്റാണ് വേണ്ടത്. പക്ഷേ അത് 32 വരെ ഒതുങ്ങിയേക്കാം. അങ്ങനെ വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യം മെട്രിക്സ് പറയുന്നത് പരമാവധി ഒരു സീറ്റ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് അവിടെ സീറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നു. ചാണക്യ സ്ട്രാറ്റജീസിൻ്റെ എക്സിറ്റ് പോളും ബി.ജെ.പിക്കാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത്. 39 മുതൽ 44 വരെ സീറ്റ് ചാണക്യ സ്ട്രാറ്റജീസ് പ്രവചിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 25 മുതൽ 28 സീറ്റ് വരെ ഒതുങ്ങും എന്നവർ പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ കണക്ക് പ്രകാരം 2013 അവർ നേടിയത്, അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയത് 28 സീറ്റാണ്. ആ നിലയിലേക്ക് ഒതുങ്ങും എന്ന ആണ് ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത്. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റ് വരെ നേടും എന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം അവിടെ 2 മുതൽ 3 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തും എന്നാണ് പ്രവചനം. പി മാർക്കിൻ്റെ കണക്കുകൾ വരികയാണെങ്കിലും അവിടെയും കൃത്യമായി ബി.ജെ.പിക്ക് മേധാവിത്വം പറയുന്നു. ബി.ജെ.പിക്ക് കൃത്യമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. 39 മുതൽ 44 വരെ സീറ്റുകൾ ബി.ജെ.പി നേടുമെന്നാണ് പി മാർക്കിൻ്റെ പ്രവചനം. അത് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത് പരമാവധി 31 സീറ്റാണ്. അത് ഒരുപക്ഷെ 21 വരെ കുറഞ്ഞേക്കാം എന്നും പ്രവചിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പരമാവധി ഒരു സീറ്റ് എന്ന് തന്നെയാണ് പ്രവചനം. പീപ്പിൾസ് പ്ലസ് ആണ് ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ബി.ജെ.പി നേടുമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏകപക്ഷീയമായ വിജയത്തിലേക്ക് ബി.ജെ.പി ഡൽഹിയിൽ പോകും എന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലസ് ആണ്. 51 മുതൽ 60 സീറ്റ് വരെ. കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി നേടിയത് 62 സീറ്റാണ്. ആ നിലയിൽ അതിൻ്റെ അടുത്തേക്ക് ഒരു പ്രകടനം എത്തിയേക്കും ബി.ജെ.പി എന്ന സൂചന നൽകുന്നത് പീപ്പിൾസ് പ്ലസിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ആം ആദ്മി പാർട്ടി 10 സീറ്റിൽ വരെ ഒതുങ്ങിയേക്കാം, പരമാവധി 18 സീറ്റ്. ഇതാണ് പീപ്പിൾസ് പ്ലസ് പറയുന്നത്. കോൺഗ്രസിന് അവിടെയും പരമാവധി ഒരു സീറ്റ് അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. പീപ്പിൾ ഇൻസൈറ്റിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ അവിടെയും വ്യക്തമായ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നൽകുന്നുണ്ട്. 40 മുതൽ 44 വരെ സീറ്റാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് അവിടെയും നൽകുന്നത് 25 മുതൽ 28 വരെ സീറ്റാണ്. കോൺഗ്രസിന് പരമാവധി ഒരു സീറ്റാണ് പീപ്പിൾസ് ഇൻസൈറ്റും നൽകുന്നത്. JVC ആണ് മറ്റൊരു സർവേ. JVCയും കൃത്യമായ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നൽകുന്നുണ്ട്. 39 മുതൽ 45 സീറ്റ് വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം പരമാവധി 31 സീറ്റ്. അതൊരുപക്ഷേ 22 സീറ്റ് വരെ കുറഞ്ഞേക്കാം, അതിലേക്ക് ഒതുങ്ങിയേക്കാം ആം ആദ്മി പാർട്ടി എന്നാണ് പ്രവചിക്കുന്നത്. 2 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി പ്രവചിക്കുന്നു. എന്നാൽ വി പ്രിസൈഡിൻ്റെ സർവേ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ആം ആദ്മി പാർട്ടി തന്നെ അധികാരം നിലനിർത്തും, അരവിന്ദ് കെജ്രിവാളും സംഘവും വീണ്ടും വിജയിച്ച് കയറുമെന്നാണ് വി പ്രിസൈഡിൻ്റെ സർവേ. അവർ പറയുന്ന കണക്കുകൾ പ്രകാരം 46 മുതൽ 52 വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചേക്കാമെന്നാണ്. ബി.ജെ.പിക്ക് അവർ നൽകുന്നത് 18 മുതൽ 23 സീറ്റാണ്. അതായത് ആം ആദ്മി പാർട്ടിക്ക് അധികാരം പ്രവചിക്കുന്ന സർവേയിലും കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ തന്നെ ബി.ജെ.പി വലിയ മുന്നേറ്റം അല്ലെങ്കിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു, നില മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 18 മുതൽ 23 വരെ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് നിലവിൽ ഡൽഹി നിയമസഭയിലെ അംഗബലം എന്ന് പറയുന്നത് 8 ആണ്. അതിൽ 18 വരെ വന്നേക്കാം, ഒരുപക്ഷെ 23 വരെ ഉയർത്തിയേക്കാം എന്നുകൂടി വി പ്രിസൈഡിൻ്റെ എക്സിറ്റ് പോൾ സൂചന നൽകുന്നുണ്ട്. കോൺഗ്രസിന് അവിടെയും നൽകുന്നത് ഒരു സീറ്റാണ്. ഒരുപക്ഷെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നും വി പ്രിസൈഡ് പറയുന്നു. വോട്ട് ശതമാനവും നൽകിയിട്ടുണ്ട് വി പ്രിസൈഡ്. ആം ആദ്മി പാർട്ടി 49.2% വോട്ട് നേടും. പക്ഷേ അവരുടെ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച വോട്ട് നോക്കുകയാണെങ്കിൽ അത് കുറവുണ്ട്, 5% കുറവുണ്ട്. അപ്പോൾ പോലും കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തും എന്ന പ്രവചനം തന്നെയാണ് വി പ്രിസൈഡ് നടത്തുന്നത്. ബി.ജെ.പിക്ക് 42.8, ഏതാണ്ട് 43% വോട്ടുകൾ ബി.ജെ.പി നേടുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അത് ബി.ജെ.പിയുടെ വോട്ട് ശതമാനത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്
വി പ്രസാദ് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് അവിടെ നൽകുന്നത് 5% വോട്ടാണ്. കഴിഞ്ഞ തവണയും കോൺഗ്രസിന് 5% അടുത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തുന്നില്ല, പഴയ നിലയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് വി പ്രസാദ് വ്യക്തമാക്കുന്നത്. മറ്റുള്ളവർ ഏതാണ്ട് 3% വോട്ട് നേടുമെന്ന് കൂടി ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. ഇതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ. ഏതായാലും BJP നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പക്ഷേ ഇപ്പോഴും തള്ളിക്കളയുകയാണ് നിലവിലെ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്, ആം ആദ്മി പാർട്ടി ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 50 സീറ്റിന് മുകളിൽ നേടും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ശരിയാവുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം 27 വർഷത്തിന് ശേഷം അവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കും. കാരണം 98-ൽ സുഷമ സ്വരാജാണ് BJPയുടെ അവസാന മുഖ്യമന്ത്രി. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 15 വർഷം ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിതാണ്. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ കാലമായി. ഇപ്പോൾ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുകയാണെങ്കിൽ 27 വർഷത്തിന് ശേഷം, പ്രത്യേകിച്ച് ഡൽഹിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുക്കുകയാണെങ്കിൽ 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും BJP ആദ്യമായി അധികാരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും രാജ്യതലസ്ഥാനം BJPയോട് അകന്നു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭയിലേക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പോലും ആ സ്ഥിതി മാറും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഏതായാലും ഇത് എക്സിറ്റ് പോളുകളാണ്, ഇതിൽ മാറ്റം വന്നേക്കാം. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി 62 സീറ്റ് നേടുമ്പോൾ പോലും എക്സിറ്റ് പോളുകൾ അത്ര സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നില്ല. 50-ൽ താഴെ സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിച്ചിരുന്നത്. സമീപകാലത്തൊക്കെ തന്നെ എക്സിറ്റ് പോളുകൾ തെറ്റായ ചരിത്രം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എക്സിറ്റ് പോളുകളെ ആ നിലയ്ക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതൊരു സൂചനയായി വേണമെങ്കിൽ കണക്കാക്കാം. ഏതായാലും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം 8-ാം തീയതിയാണ് വരാനിരിക്കുന്നത്. അന്ന് ഏതായാലും ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമോ അതോ BJP അട്ടിമറിക്കുമോ എന്ന് നേരിട്ട് കാണാം.